താമരശ്ശേരിയിൽ ഷഹബാസിനെ തല്ലിക്കൊന്ന കേസിൽ പ്രതികളിൽ ഒരാളായ വിദ്യാർത്ഥിയുടെ വാട്സ്ആപ്പ് ചാറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ഷഹബാസിന്റെ കണ്ണിലിടിച്ചെന്നും താൻ തൊട്ടപ്പോഴേക്കും അവൻ തളർന്നുപോയെന്നും സുഹൃത്തുക്കൾക്ക് അയച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. വിവരങ്ങളുമായി ദിൽഷ തിലകൻ ചേരുന്നു. ദിൽഷ, ഈ കുറ്റകൃത്യം നടന്നതിന് ശേഷവും ഒരു കൂസലുമില്ലാതെ, ഒരു കുറ്റബോധവുമില്ലാതെ, സഹാനുഭൂതിയില്ലാതെയാണ് വിദ്യാർത്ഥികളുടെ പ്രതികരണം എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം. ഇത് അബദ്ധത്തിലൊന്നും അല്ല സംഭവിച്ചത്. വളരെ കരുതിക്കൂട്ടി ഇങ്ങനെ ചെയ്യണമെന്ന് തന്നെ ഉറപ്പിച്ച് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ആക്രമിച്ചത് എന്നുള്ളത് വ്യക്തമാകുന്നുണ്ട് ഈ ശബ്ദ സന്ദേശങ്ങളിൽ. അതിനെ ദിൽഷയിലേക്ക് എത്താം, ആ ശബ്ദ സന്ദേശത്തിലേക്ക്. പിന്നെ ഷഹബാസിനെ പറഞ്ഞില്ലേ, ഷഹബാസ് എനിക്ക് താങ്ങുന്നല്ല എനിക്ക് പറയേണ്ടി, എനക്കൊന്നുമില്ല എന്നു പറയേണ്ടി. ഇവൻ എന്തേ തടപ്പിന് തല്ലൊന്നും അറിയൂലേ. ഞാൻ മര്യാദയ്ക്ക് തച്ചിട്ട് തന്നെയല്ലോ, ഞാൻ അങ്ങനെ പിടിച്ച് 4 കുത്തായിട്ട് എടുത്ത് കണ്ണിന് തന്നെ. ഇത് മാത്രമാണ് ചെയ്തില്ല, അതിൽ തന്നെ ഓനൊന്നായിട്ട് ഇല്ലാണ്ടായി പോയി. ഫസ്റ്റത്തെ 2 കുത്തലിൽ തന്നെ ഓനൊന്നായിട്ട് അരിഞ്ഞു വയ്ക്കില്ലാണ്ട് വാണെന്ന് വെച്ചൊക്കെ തല്ലിനെ ചത്തുപോയി. എന്തേ തടവാൻ ഒന്നുമില്ല. ദിൽഷ തിലകൻ ചേരുന്നുണ്ട്. ദിൽഷ, ഇത് തന്നെയാണ്, ഒരു തരത്തിലും ആ ചെയ്ത കാര്യത്തോട് ഒരു കുറ്റബോധമില്ല എന്നുള്ളതാണ് ഈ ചാറ്റുകൾ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ കേവലം വിദ്യാർത്ഥികൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിസ്സാരവൽക്കരിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല ഉണ്ടായിരിക്കുന്നത്. കാരണം ഏറ്റവും അവസാനമായിട്ട് പുറത്തു വന്നിരിക്കുന്ന ചാറ്റിലെ ശബ്ദ സന്ദേശമാണ് നമ്മളിപ്പോൾ കേട്ടത്. അതായത് അജ്നാസ് ബാബു എന്ന വിദ്യാർത്ഥിയുടെ ശബ്ദ സന്ദേശമാണ് കേട്ടത്. ഈ വിദ്യാർത്ഥിയാണ് ഷഹബാസിനെ മർദ്ദിച്ചത്. അതിൽ ആ വിദ്യാർത്ഥി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, തനിക്ക് കാര്യമായിട്ട് ഷഹബാസിനെ മർദ്ദിക്കാൻ കിട്ടിയിട്ടില്ല എന്നാണ് അജ്നാസ് ബാബു ശബ്ദത്തിൽ പറയുന്നത്. അതായത് തനിക്ക് കാര്യമായിട്ട് ഷഹബാസിനെ മർദ്ദിക്കാൻ സാധിച്ചില്ല, കണ്ണിന് 4 കുത്ത് കുത്തിയപ്പോഴേക്കും അവനങ്ങ് ഇല്ലാതായിപ്പോയി. അതായത് തന്നോട് ഏറ്റുമുട്ടാൻ ഷഹബാസിന് ശക്തി ഉണ്ടായിരുന്നില്ല എന്നതടക്കമുള്ള വീരവാദങ്ങൾ ആണ് ആ ശബ്ദ സന്ദേശത്തിൽ, സുഹൃത്തുക്കൾക്ക് അയച്ച ശബ്ദ സന്ദേശത്തിൽ കേൾക്കാൻ സാധിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതിൽ ഷഹബാസ് ഒന്ന് എതിർക്കാൻ പോലും ആകാതെ നിസ്സഹായനായി നിന്നുകൊണ്ട് ക്രൂരമായി മർദ്ദനം ഏൽക്കുകയായിരുന്നു. ഷഹബാസിനെ ഒന്ന് തിരിച്ചടിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അവൻ ആ മർദ്ദനം ഏറ്റിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ ശബ്ദ സന്ദേശങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. അത് ശരിവെക്കുന്നതാണ് പുറത്തു വരുന്ന മൊഴികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അതായത് ഇപ്പോൾ ഷഹബാസിന്റെ സുഹൃത്തുക്കളോട് നമ്മൾ ഇവിടെ നിന്ന് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, അത്ര വലിയ വൈരാഗ്യത്തിൽ ഇത്ര ക്രൂരമായിട്ട് മർദ്ദിക്കേണ്ട തരത്തിലുള്ള ഒരു വാക്ക് തർക്കങ്ങളോ ഒന്നും തന്നെ അവിടെ ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ആ പക മനസ്സിൽ വെച്ചുകൊണ്ട് അവർ ഇത്ര ക്രൂരമായിട്ട് മർദ്ദിച്ചത് എന്തിന് എന്ന് തങ്ങൾക്ക് പോലും മനസ്സിലാകുന്നില്ല എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. ഷഹബാസ് നല്ല പഠിക്കാൻ വളരെ മിടുക്കനായ ഒരു കുട്ടി, ആർക്കും യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത, ആരോടും വഴക്കിന് പോകാത്ത ഒരു കുട്ടിയാണെന്ന് സുഹൃത്തുക്കളും നാട്ടുകാരും ഉൾപ്പെടെയുള്ള അധ്യാപകരും എല്ലാം തന്നെ പറയുന്നുണ്ട്. ഇത്തരത്തിൽ കൊടും ഒരു പക മനസ്സിൽ വെച്ചുകൊണ്ട് ഇത്തരം ക്രൂരമായൊരു കൃത്യത്തിലേക്ക് ഈ വിദ്യാർത്ഥികളെ നയിച്ചത് എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഏറെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. കേവലം 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്, ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ശബ്ദ സന്ദേശമാണ് നമ്മൾ കേട്ടത് എന്നതുകൂടി ഓർക്കണം. വളരെ ക്രൂരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നടന്നിരിക്കുന്നത്. എന്തായാലും ഷഹബാസിന്റെ സുഹൃത്തുക്കൾ നമ്മളോട് നേരത്തെ സംസാരിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഷഹബാസിനെ മർദ്ദിച്ചതിൽ ഈ കേവലം ആ 5 വിദ്യാർത്ഥികൾ മാത്രമല്ല, അവരുടെ ബന്ധുക്കൾക്കും ഇതിൽ പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ വിദ്യാർത്ഥികൾ സംശയം ഉന്നയിക്കുന്നുണ്ട്. കാരണം ക്രൂരമായിട്ട് മർദ്ദനം ഏറ്റിട്ടുണ്ട്. അതായത് ഇടിവള, നഞ്ചക്ക് പോലെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് ക്രൂരമായിട്ട് തന്നെ ഷഹബാസിന് മർദ്ദനം ഏറ്റിട്ടുണ്ട്. കേവലം ആ വിദ്യാർത്ഥികളെ കൊണ്ട് മാത്രം അതിന് സാധിക്കുമോ, അവരെ കൊണ്ട് മാത്രം അതിന് സാധിക്കുമോ എന്ന കാര്യത്തിൽ തങ്ങൾക്ക് സംശയമുണ്ട് എന്നാണ് ഷഹബാസിന്റെ സുഹൃത്തുക്കൾ അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ചത്. ഇതിൽ ഷഹബാസ് നേരത്തെ തന്നെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ 5 പേരും അവരുടെ ചേട്ടന്മാരെയും വിളിച്ചുകൊണ്ട് തന്നെ മർദ്ദിക്കാൻ വരുമെന്ന് അറിയിച്ചതായി ഷഹബാസ് തന്റെ സുഹൃത്തുക്കളോട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആ വിവരവും സുഹൃത്തുക്കൾ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. കാരണം ഷഹബാസിന്റെ ഈ ഒരു കൊലപാതകത്തിൽ കൃത്യമായിട്ട് പങ്ക്, അതായത് ഈ 5 പേർ, ഈ 5 വിദ്യാർത്ഥികളെ കൂടാതെ അവരുടെ ബന്ധുക്കൾ, ചേട്ടന്മാരാരൊക്കെയോ തന്നെ ഷഹബാസിനെ മർദ്ദിച്ചിട്ടുണ്ട് എന്നൊരു സംശയം സുഹൃത്തുക്കൾ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും